സ്കൂളിലെ ഫാഷൻ ഡിസൈനിങ് ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത് പലാസോ പാൻറ്റുകളെ പറ്റിയിട്ടാണ്. പലാസോ പാൻറ് എന്താണെന്ന് നമുക്ക് ഏകദേശം അറിയാം. അതായത് നമ്മുടെ സിഗരറ്റ് പാൻറ്റും പലാസോ പാൻറ്റും നമുക്ക് ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. കാരണം സിഗരറ്റ് പാൻറ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും സ്കിൻ ഫിറ്റ് ആയിട്ട് നമ്മുടെ ബോഡി വളരെ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് നമ്മൾ സിഗരറ്റ് പാൻറ് ചെയ്യുന്നത്. പക്ഷെ പലാസോ പാൻറ് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. നമുക്ക് വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതും വളരെ ലൂസ് ഫോർമാറ്റിൽ കഴിക്കുന്ന ഒരു പാൻറ്റാണ് പലാസോ പാൻറ്റുകൾ. അപ്പൊ നമുക്ക് ആദ്യം പലാസോ പാൻറ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാനെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാനും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് കട്ടിങ് ടേബിളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ടേബിളിൽ കാണാം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് പലാസോ പാൻറ് ആണ്. പലാസോ പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് പ്രത്യേകിച്ച് ഇത് ബോഡി ഫിറ്റ് ആയി കിടക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല പലാസോ പാൻറ്റിൻ്റെത്. പലാസോ പാൻറ് കുറച്ചുകൂടി ഫ്രീ മൂവ്മെന്റ്, നമുക്ക് കുറച്ചുകൂടി വളരെ എന്താ പറയുക, കുറച്ചുകൂടി വളരെ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടുന്ന ഒരു കൺസ്ട്രക്ഷനാണ് പലാസോ പാൻറ്റിൻ്റെത്. അതിൽ വേസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഇനി മെഷർമെന്റ്സ് പറയുന്നത് ഏതൊക്കെ ഭാഗത്തിന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ബെൽറ്റ് വരുന്ന ഈ ഒരു പോർഷൻ, അതായത് നമ്മളുടെ ഇലാസ്റ്റിക് ഒക്കെ ഇടുന്ന അല്ലെങ്കിൽ ബാൻഡ് വെക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ വേസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഈ പാൻറ്റിന് എത്ര ലെങ്ത് ഉണ്ടോ, എത്ര നീളമുണ്ടോ, അതിനെയാണ് നമ്മൾ ലെങ്ത് എന്നുള്ള വാക്കിൽ മീൻ ചെയ്യുന്നത്. ക്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു പാൻറ്റൊക്കെ ഇടുമ്പോൾ ബാക്കും ഫ്രണ്ടും കൂടെ ചേർന്ന് വന്നിട്ട് നമുക്ക് രണ്ട് കാലും സെപ്പറേറ്റ് ആവാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ടു ആ രണ്ട് കാലുകളും സെപ്പറേറ്റ് ആവാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള ലെങ്തിനാണ് നമ്മൾ ക്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ സീറ്റ് ഓർ ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹിപ്പ് പോർഷനിൽ, അതായത് ഇരിക്കുന്ന സീറ്റ് പോർഷനിലത്തെ അളവിനെയാണ് ഹിപ്പ് അല്ലെങ്കിൽ സീറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇടുന്ന പോർഷനെ വേസ്റ്റ് എന്ന് പറയും. അതായത് പിന്നെ വേസ്റ്റ് മുതൽ നമ്മുടെ രണ്ട് കാലുകളും സെപ്പറേറ്റ് ആയി കാണുന്ന ആ ഒരു ഭാഗം, ആ ഒരു പോയിന്റ് വരെയുള്ള ഏരിയനെ ക്രോച്ച് എന്ന് പറയും. പിന്നീട് സീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീറ്റ് ഓർ ഹിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സീറ്റ് ഭാഗം, ഇരിക്കുന്ന ഭാഗത്തിന്റെ വിഡ്ത്തിനെയാണ് നമ്മൾ സീറ്റ് ഓർ ഹിപ്പ് എന്നുള്ളത് മീൻ ചെയ്യുന്നത്. പിന്നെ ടോട്ടൽ എത്ര ഇറക്കമുണ്ടോ അതിനാണ് ലെങ്ത് എന്നൊരു വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി ഈ ഒരു മെഷർമെന്റ്സ് വെച്ചിട്ട് ഇനി ഈ ഒരു കൺസ്ട്രക്ഷന് എന്തൊക്കെ മെഷർമെന്റ്സ് ആണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ സെഗ്മെന്റിൽ വരുമ്പോൾ നമ്മൾ പലാസോ പാൻറ്റിനുള്ള മെഷർമെന്റ്സിൽ ഈ പറയുന്ന സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ, അതായത് നമ്മളുടെ അര മുതൽ താഴെ ഫ്ലോർ വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്ന പലാസോ പാൻറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ പറയുന്ന എല്ലാ മെഷർമെന്റ്സും ഇഞ്ചിലാണ്, അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഇഞ്ച് മെഷർമെന്റ്സ് ആണ്, ഒന്നും സെന്റിമീറ്റർ ഒന്നായിട്ട് കൺസിഡർ ചെയ്യേണ്ട, എല്ലാം ഇഞ്ച് മെഷർമെന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 38 ഇഞ്ച് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇറക്കത്തിനെയാണ് ഈ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ലെങ്ത് ആണ് 38 ഇഞ്ച് വരുന്നത് നമുക്ക്. ഇതൊരു വലിയ ആളുടെ അളവിനാണ് ഇപ്പൊ പറയുന്നത്. ഇനി അടുത്തത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏകദേശം അരവണ്ണം എന്ന് പറയുന്ന ഭാഗത്തിനെയാണ് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വേസ്റ്റിന്റെ വണ്ണം, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വേസ്റ്റ് വണ്ണമാണ് പറയുന്നത് 37 ഇഞ്ച്. ഓക്കെ, ഇനി ഹിപ്പ് ഓർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇരിക്കുന്ന ഭാഗത്തെ വണ്ണം, സീറ്റിന്റെ വണ്ണമാണ് ഈ ഹിപ്പ് ഓർ സീറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പോർഷനിൽ വരുന്ന വണ്ണം. അതായത് നമ്മളുടെ ഇരിക്കുന്ന പോർഷനിലത്തെ, സീറ്റ് പോർഷനിലത്തെ ഇരിക്കുന്ന ഭാഗത്തിന്റെ വണ്ണത്തിനെയാണ് ഹിപ്പ് ഓർ സീറ്റ് എന്നുള്ളത് മീൻ ചെയ്യുന്നത്. ഈ ഹിപ്പ് ഓർ സീറ്റ് എന്ന് പറയുന്ന മെഷർമെന്റ് ആണ് 41 ഇഞ്ച്. ഈ പറയുന്നതെല്ലാം ഇഞ്ച് മെഷർമെന്റ്സ് ആണ്. അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ആണ്. നമ്മളുടെ അരവണ്ണം മുതൽ ഫ്ലോർ വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ ലെങ്ത് എന്നൊരു വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അത് 38 ഇഞ്ചാണ് ഓൾ ഓവർ. അതായത് ഈ പറയുന്ന ഇലാസ്റ്റിക് ഇടുന്ന പോർഷനും ഈ സ്കേർട്ട് പോലെയുള്ള ഈ പാൻറ് പോർഷനും എല്ലാം ചേർത്തിട്ടുള്ള ലെങ്ത് ആണ് 38 ഇഞ്ച് കേട്ടോ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ 37 ഇഞ്ച്, അതായത് അരവണ്ണത്തിന്റെ ഭാഗമാണ് പറയുന്നത് 37 ഇഞ്ച്. ഹിപ്പ് ഓർ സീറ്റ്, നമ്മൾ ഇരിക്കുന്ന ഭാഗത്തെ വണ്ണം, സീറ്റ് പോർഷനിലത്തെ വണ്ണമാണ് 41 ഇഞ്ച്. ഇത് ഒരു ബോഡിയിൽ നിന്നുള്ള മെഷർമെന്റ് ആണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരെയും ബോഡി മെഷർമെന്റ് അനുസരിച്ച് നമ്മൾ ഇതുപോലെ മെഷർമെന്റ്സ് അളന്നെടുക്കാം. ഇനി ശേഷം നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ കാൽക്കുലേഷൻ മെത്തേഡാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കാൽക്കുലേഷൻ ആണ് ഇനി വേണ്ടത്. ഇതെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൽ ഈ മെഷർമെന്റ്സ്, ഈ തന്നിട്ടുള്ള അളവുകളിൽ മാറ്റങ്ങൾ വരാം. അതായത് നിങ്ങൾ ആർക്കാണോ എടുക്കുന്നത് ആ വ്യക്തിയുടെ ഈ ഇഞ്ച് മെഷർമെന്റ്സ് മാറുന്നതിനനുസരിച്ച് ഈ താഴെ കാണുന്ന അളവുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഓക്കെ, പക്ഷെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോർമുലകളിൽ മാറ്റം ഒന്നും തന്നെ ഇല്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ കാൽക്കുലേഷന്റെ ഫോർമുലകളാണ്. അത് അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക കേട്ടോ.
അപ്പൊ വേസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വേസ്റ്റ് കണ്ടെത്തുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹിപ്പ് റൗണ്ട്, അതായത് സീറ്റ് റൗണ്ട് പ്ലസ് 3 ഇഞ്ച് ഈസ്, തയ്യൽ തുമ്പ് 3 ഇഞ്ച്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ വേസ്റ്റിന്റെ മെഷർമെന്റ് കണ്ടെത്തുന്നത്. ഇതിന് പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. വേസ്റ്റ് മെഷർമെന്റ് ഇവിടെ ഇരിക്കുമ്പോൾ എന്തിനാണ് പിന്നെ നമ്മൾ ഹിപ്പ് റൗണ്ട് എടുത്തിട്ടുള്ളത്? ഇവിടെ വേസ്റ്റ് അളവ് എത്ര എടുക്കണം എന്ന് കാണാൻ എന്തിനാണ് ഹിപ്പ് റൗണ്ട് എടുത്തതെന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതിന്റെ ഒറ്റ റീസണേ ഉള്ളൂ, മനസ്സിലാക്കാൻ ഇത്രയ്ക്കേ ഉള്ളൂ. അതായത് നമ്മൾ ഹിപ്പ് റൗണ്ട്, നമ്മൾ പാൻസ് എപ്പോഴും താഴേന്ന് മേലേക്കല്ലേ വലിച്ച് നമ്മൾ അത് വെയർ ചെയ്യുക, താഴേന്ന് മേലേക്കാണ് നമ്മളത് വെയർ ചെയ്യുക. അപ്പൊ അങ്ങനെ വെയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഹിപ്പിലൂടെ മൂവ് ചെയ്തിട്ട് വേണം അത് വേസ്റ്റിലേക്ക് എത്താനായിട്ട്, അല്ലേ? അപ്പൊ ഹിപ്പ് റൗണ്ട് കടക്കാവുന്ന ഒരു വണ്ണം അതിനില്ല എങ്കിൽ എങ്ങനെയാണ് അത് വേസ്റ്റിലേക്ക് എത്തുക? മനസ്സിലായോ? നമ്മുടെ സീറ്റിന്റെ മുകളിൽ കൂടെയല്ലേ നമ്മൾ പാന്റ് ഇടുമ്പോൾ നമ്മൾ താഴെ നമ്മുടെ കാലുകളിലൂടെ വലിച്ച് മുകളിലേക്ക് കയറ്റുമ്പോൾ ഈ സീറ്റ് പോർഷൻ കഴിഞ്ഞിട്ടല്ലേ അത് വേസ്റ്റിലേക്ക് എത്തുന്നത്, ഈ ബാൻഡ്. അപ്പൊ നമ്മൾ ഈ ഹിപ്പ് കടക്കാനുള്ള വണ്ണം ഇല്ല എങ്കിൽ അതൊരിക്കലും വേസ്റ്റിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മൾ വേസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ ഹിപ്പ് റൗണ്ടിന് നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ട് ഹിപ്പ് റൗണ്ട് കൺസിഡർ ചെയ്യുന്നതിന്റെ കാരണം അതാണ്. വേസ്റ്റ് ഇവിടെ 37 ആണ്, എന്നിട്ടും നമ്മൾ 41 കൺസിഡർ ചെയ്യുന്നതിന്റെ കാരണം അതാണ് കേട്ടോ. അപ്പൊ വേസ്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഹിപ്പ് റൗണ്ട് അഥവാ നമ്മുടെ സീറ്റ് അതിന്റെ മെഷർമെന്റ് എത്രയാണോ അതിന്റെ കൂടെ 3 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യും. അതായത് ഈസ് എന്ന് പറയും. 3 ഇഞ്ച് ഈസ് അഥവാ തയ്യൽ തുമ്പ്, അതിനെ ഡിവൈഡ് ചെയ്യും 4 കൊണ്ട്. ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ കോൺസെപ്റ്റില് നമ്മളുടെ ഇവിടെ ഹിപ്പ് എന്ന് പറയുന്നത് 41 ഇഞ്ച് ആണല്ലോ. 41 ഇഞ്ചിന്റെ കൂടെ തയ്യൽ തുമ്പ് 3 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 44 കിട്ടി. 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 11 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 11 ഇഞ്ചാണ് അപ്പൊ നമ്മുടെ വേസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി ഹിപ്പ് എങ്ങനെയാണ് കാണേണ്ടത്? ഹിപ്പിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പ് റൗണ്ട്, അതായത് നമ്മൾ വട്ടത്തിലെ അളവെടുത്ത് ഹിപ്പ് എത്ര അളവുണ്ടോ അത് 41 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂടെ 4 ഇഞ്ച് ഈസ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഈസ് തയ്യൽ തുമ്പാണ് ഈസ് എന്ന് പറയുന്നത്. അപ്പൊ 41 ഇഞ്ച് ഹിപ്പ് റൗണ്ടിന്റെ കൂടെ 4 ഇഞ്ച് ഈസ് കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 45 കിട്ടി. 45 കിട്ടിയിട്ടുണ്ട്. 45നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മെഷർമെന്റ് ആണ് എന്ത്? 11.25 എന്നുള്ളത്. ഓക്കെ. അടുത്ത ക്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ മുതൽ, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്, അതായത് നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ടൈറ്റ് ഒന്നും ഫീൽ ചെയ്യാതെ വളരെ കംഫർട്ട് ആയിട്ടിരിക്കണമെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ ഇരിക്കുന്ന ക്രോച്ച് ലെങ്ത് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ ഇവിടെ പൊട്ടൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്, ടൈറ്റ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതില്ലാതിരിക്കാൻ ക്രോച്ച് ലെങ്ത് കറക്റ്റ് ആയിരിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ക്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പ് റൗണ്ടിന്റെ, അതായത് ഹിപ്പ് റൗണ്ട് സീറ്റ് പോർഷന്റെ മൊത്തം അളവിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഹിപ്പിന്റെ അളവ്, ക്രോച്ചിന്റെ അളവ്. ഹിപ്പ് റൗണ്ടിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ക്രോച്ചിന്റെ അളവ് കിട്ടും. അതായത് ക്രോച്ച് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ള നീളത്തിനെയാണ് ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത്. അത് കണ്ടെത്തുന്ന മെത്തേഡാണ് ക്രോച്ച്. മനസ്സിലായോ? ക്രോച്ച് ഉദ്ദേശിക്കുന്നത് ക്രോച്ച് ലെങ്ത് ആണ് കേട്ടോ. ക്രോച്ച് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ക്രോച്ച് ലെങ്ത് പറയുന്നത് ഹിപ്പ് റൗണ്ടിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 13.66, അതൊരു 13.5 ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്താലും മതി. ഓക്കെ. പക്ഷെ ഇവിടെ ക്രോച്ച് വീണ്ടും വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുതൽ, അതായത് ഇവിടെ മുതൽ ബെൽറ്റ് തൊട്ട് സെപ്പറേഷൻ വരുന്ന ഈ ഭാഗം വരെയാണ് മൊത്തം വരേണ്ടതാണ് ഈ പറയുന്ന 13.66 എന്ന് പറയുന്ന അളവ്. അപ്പൊ നമ്മൾ പക്ഷെ ഓൾറെഡി ബെൽറ്റ് വേറെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത്, ഈ തുണിയിൽ നിന്നല്ല. ഈ തുണി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നു, ബെൽറ്റ് വേറെ ഫിക്സ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ ഇങ്ങോട്ട് എടുക്കുന്ന തുണിയിലെ മൊത്തം ക്രോച്ച് വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അളവിൽ മാറ്റം വരില്ലേ? ഈ പട്ടയുടെ വീതി കൂടുതൽ താഴേക്ക് ഇറങ്ങും. അപ്പൊ നമ്മൾക്കത് പെട്ടെന്ന് കീറാനും പൊട്ടാനും ഒക്കെ സാധ്യത വരും. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ബാൻഡ് വേറെ വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ക്രോച്ച് ഇപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ 13.66 നമ്മുടെ ഹിപ്പിൽ നിന്ന് നമുക്ക് വേസ്റ്റിൽ നിന്ന് നമുക്ക് ക്രോച്ച് വരെ കിട്ടണ നീളം. അതായത് 13.66 എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഈ പോയിന്റ് അല്ല, ഈ സ്റ്റാർട്ടിങ് ടു ഈ എൻഡിങ് വരെ ഈ 13.66 മതി നമുക്ക്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ബെൽറ്റ് വേറെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 13.366 എന്നുള്ള ഈ ക്രോച്ചിൽ നിന്ന് ബെൽറ്റിന്റെ വിട്ടായിട്ട് ബെൽറ്റ് നമ്മളൊരു 1.5 ഇഞ്ചിലാണ് ബെൽറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പട്ട, ഇലാസ്റ്റിക് ഇടുന്ന പട്ട നമ്മൾ 1.5 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പൊ ആ 1.5 ഇഞ്ച് ഇതിൽ നിന്ന് കുറച്ചു. അപ്പൊ നമുക്കൊരു 12.11 കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളുടെ ക്രോച്ച് ലെങ്ത് ആയിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 12.11 മാത്രമാണ് ഇവിടെ മുതൽ ഇവിടെ വരെ എടുക്കുള്ളൂ. ബാക്കിയുള്ളത് പട്ട ഇടയും അവിടെ വന്നോളൂ. ഓക്കെ. ഇനി അടുത്തത് ലെങ്ത് ആണ്.
ഫുൾ ലെങ്ത് എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്നത്? ഫുൾ ലെങ്ത് മൈനസ് ബെൽറ്റ് വിഡ്ത്ത് പ്ലസ് സീം അലവൻസ്. അതായത് ഫുൾ ലെങ്ത് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 38 ഇഞ്ചാണ് നമ്മളുടെ ഫുൾ ലെങ്ത് അല്ലെ? ഇതാ 38 ഇഞ്ചാണ്. അതിൽ 1.5 ഇഞ്ച് എന്ത് പോകും? ഈ പട്ട പോകും ഇല്ലേ? അപ്പൊ പട്ടയുടെ 1.5 ഇഞ്ച് കഴിച്ച് ബാലൻസ്, അതായത് ബെൽറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലാസ്റ്റിക് ഇടുന്ന ബെൽറ്റ്. മനസ്സിലായോ? ഈ ബെൽറ്റിന്റെ നീളം കഴിച്ചിട്ടുള്ള നീളം നമുക്ക് പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ കിട്ടിയാൽ മതി. അപ്പൊ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുന്നത് ഇപ്പൊ നമ്മൾ വരയ്ക്കുന്ന പാറ്റേണിന്റെ മെത്തേഡിൽ നോക്കുമ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് മൈനസ് ബെൽറ്റിന്റെ വിഡ്ത്ത്, നമ്മൾ ഈ പറയുന്ന ബെൽറ്റിന്റെ വിഡ്ത്ത് 1.5 ഇഞ്ചാണ്, അത് ഇവിടെ കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? സീം അലവൻസ്. സീം അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തയ്ച്ച് ഈ ബെൽറ്റും ഇതും കൂടെ ഈ പാൻ പോർഷനും കൂടെ ജോയിൻ ചെയ്യുന്ന ഇവിടെ ഒരു തയ്പ്പ് ഉണ്ടല്ലോ, അവിടെ തയ്ച്ചു പോകാൻ വേണ്ട 1/4 ഇഞ്ച്. പിന്നെ അതുകൂടാതെ ഈ അടിഭാഗത്ത് നമ്മൾ 2 ഫോൾഡിങ്ങിൽ മടക്കി അടിക്കും. ഈ അടിഭാഗത്ത് മടക്കി അടിക്കാനുള്ള 1/4 ഇഞ്ച്, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിടും. ഓക്കെ, അതിനാണ് സീം അലവൻസ് പറയുന്നത്. അപ്പൊ ഫുൾ ലെങ്ത്തിൽ നിന്ന് ബെൽറ്റിന്റെ നീളം 1.5 ഇഞ്ച് നമ്മൾ കുറയ്ക്കും. അതുകൂടാതെ സീം അലവൻസ് നമ്മൾ 1.5 ഇഞ്ച് കൂട്ടും. അപ്പൊ നമുക്ക് കാണാം ഇതിപ്പോ വീണ്ടും 1.5 ഇഞ്ച് കുറച്ച് 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ വീണ്ടും സെയിം മെഷർമെന്റിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇത് ഈ ഫോമുല എങ്ങനെ തരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമുക്ക് കുറച്ചുകൂടി ഗേർഡ് ആയിട്ടുള്ള കുറച്ചുകൂടി വലിപ്പം കൂടിയ ഒരു ബെൽറ്റ് ഒക്കെ ഇടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ 1.5 ഇഞ്ച് എന്നുള്ളത് ചിലപ്പോൾ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാവും? ഫുൾ ലെങ്ത് 38 ഇഞ്ച് ഉണ്ടാവും, ബെൽറ്റിന്റെ വിഡ്ത്ത് 3 ഇഞ്ച് നമ്മൾ കുറയ്ക്കും, അപ്പൊ അത് 35 ആയി. പിന്നെ അതിന്റെ കൂടെ സീം അലവൻസ് അപ്പോഴും നമ്മൾ 1.5 ഇഞ്ച് തന്നെയാണ് ഇടുള്ളൂ, അപ്പൊ 1.5 ഇഞ്ചാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്പറിൽ വ്യത്യാസം വരും. മനസ്സിലായോ? നമ്മളിപ്പോ ബെൽറ്റ് വിഡ്ത്ത് 1.5 എടുത്തുകൊണ്ടാണ് തുടങ്ങിയപ്പോഴും അവസാനിച്ചപ്പോഴും കാൽക്കുലേഷനിൽ ഒരേ നമ്പർ തന്നെ നിൽക്കുന്നത്. അല്ലാത്ത കേസിൽ ബെൽറ്റിന്റെ വീതി കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ നമ്പറിൽ വേരിയേഷൻ വരാം. അപ്പൊ അത് ശ്രദ്ധിക്കുക. ലെങ്ത് എന്ന് പറഞ്ഞാൽ 38 അല്ലേ? അപ്പൊ എപ്പോഴും 38 തന്നെ ഫോളോ ചെയ്യാം എന്ന് കരുതരുത്. അപ്പൊ നിങ്ങൾക്ക് തെറ്റി പറ്റാൻ ചാൻസ് ഉണ്ട്. ഈ ഫോമുലകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ബോട്ടിക് സ്റ്റൈലിലുള്ള പലാസോ ബാൻഡുകൾ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പാറ്റേൺസ് എങ്ങനെയാണ് തുണിയിലേക്ക് കട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പലാസോ ബാൻഡിന് വേണ്ടിയിട്ട് ഈ തുണിയാണ് എടുക്കുന്നത്. ഇതിന് നമുക്ക് ആദ്യം 4 മടക്കിയിടാം. 4 മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്ത്, അതായത് ലെങ്ത് ഇപ്പോൾ അളന്നെടുക്കുന്നത് ഇതിപ്പോ ഈ ഭാഗത്ത് 4 മടക്കായിട്ടിട്ടിപ്പോ 2 ഫോൾഡിങ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് തുണീനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് 4 ഓപ്പണിങ്സ്, 2 തേരുവശവും കാണാം, ഒരു ഫോൾഡിങ് സൈഡും കാണാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇനി കട്ടിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സൈഡ് നമ്മളുടെ കാലിന്റെ സൈഡ് ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് നമ്മളുടെ നടുഭാഗം, അതായത് കാലിന്റെ ഓപ്പണിംഗ് ഒക്കെ വെക്കുന്ന ഭാഗമായിട്ട് വരുന്നത് ഈ 4 കിടക്കുന്ന ഈ സൈഡാണ്. ഈ എല്ലാം കൂടെ ഒന്ന് ചേർന്നിരിക്കുന്ന ഈ സൈഡിലല്ല നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പുറത്താണ് ക്രോച്ചും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി ആദ്യം ലെങ്ത് അളക്കാം. ഓക്കെ, ലെങ്ത് ഇപ്പൊ നമ്മളുടെ മെഷർമെന്റ് ചാർട്ട് എല്ലാവരും എടുത്ത് നോക്കാം. ലെങ്ത് നമുക്ക് വേണ്ടത് എത്രയാണ്? 38 ഇഞ്ചാണ്. അപ്പൊ ഞാൻ താഴേന്നാണ് അളക്കുന്നത്, കാരണം ഈ ഡിസൈൻ ഞാൻ കട്ട് ചെയ്ത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് 38 ഇഞ്ചിൽ നമ്മൾക്ക് ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഇപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 38 ഇഞ്ചിൽ ലെങ്ത് മാർക്ക് ചെയ്തു നമ്മളിപ്പോ. ഇനി അടുത്തത് വേണ്ടത് എന്താണ്? നമ്മളുടെ വേസ്റ്റിന്റെ അവിടെ, അതായത് ഈ 38 ഇഞ്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എത്രയാണ് അളവ് വേണ്ടത്, അതായത് അരവണ്ണമാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ മെഷർമെന്റ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടിയത് 11 ഇഞ്ചാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 ഇഞ്ച് വരെയൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ 11 ഇഞ്ച് തന്നെ ഞാൻ ഇതിൽ മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതായത് ഇതാണ് നമ്മളുടെ അരവണ്ണം വരുന്ന വേസ്റ്റ് ലൈൻ. ഈ ലൈനെ പറയുന്ന പേരാണ് വേസ്റ്റ് ലൈൻ. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ് വേസ്റ്റ് ലൈൻ. നമ്മൾ നേരത്തെ മെഷർമെന്റ് ചാർട്ട് വെച്ച് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയപ്പോൾ 11 ഇഞ്ചാണ് ഇവിടെ വേണ്ടത്. അപ്പൊ നമ്മൾ 11 ഇഞ്ച് ഇവിടെ ഈ ലൈനിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് മെഷർമെന്റ് താഴേക്ക് പോകുന്നത്. അടുത്തത് ഹിപ്പാണ്. ഹിപ്പ് വേണ്ടത് നമുക്ക് 11.4 വേണം. അതിനു മുമ്പായിട്ട് നമ്മൾ ക്രോച്ച് നോക്കണം. ക്രോച്ച് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? നമ്മളിവിടെ പട്ടയ്ക്ക് വേറെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറയുന്നു, ഇവിടെ ഒരു 1.5 ഇഞ്ചിന്റെ പട്ട വേറെ വരും. അപ്പൊ അതുകൊണ്ട് പട്ടയുടെ ലെങ്ത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതും കൂടെ അറ്റാച്ച് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, പട്ട നമുക്ക് കട്ട് ചെയ്ത് വേറെ വെക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് അതാണ് മാറ്റി വെച്ച്. ബാക്കി വരുന്നത് എത്രയാണ്? ക്രോച്ചിന്റെ 13.66 1.5 ഇഞ്ച് നമ്മൾ പട്ടയ്ക്കുള്ളത് മാറ്റി വെച്ചു. ബാക്കിയുള്ള 12.11 എന്നുള്ളത്, അതായത് 12 ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് ലെങ്ത് വരുന്നത്. അത് ഈ ഹിപ്പ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 11 ഇഞ്ച് അളന്ന് മാറ്റി വെച്ച ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് 12 ഇഞ്ച്. ഓക്കെ, 12 ഇഞ്ച് ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്തു. ഇവിടെയാണ് നമ്മളുടെ
രണ്ട് കാലും സെപ്പറേറ്റ് ഇവിടെ വരെ ജോയിന്റ് ആയിട്ട് വന്നത്, ഇവിടെ നിന്നാണ് രണ്ട് കാലും സെപ്പറേറ്റ് ആയി പോകുന്നത്. അതാണ് നമ്മുടെ ക്രോച്ച് അളവ്. ഓക്കെ, അതായത് 12. ഇത് ഞാനിവിടെ കണക്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് 12, 12.11 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 12.4 ഇതിപ്പോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് അല്ലേ? കാണുന്നില്ലേ? നമ്മുടെ വേസ്റ്റ് ലൈനും വന്ന് 12.4 ഇഞ്ച് താഴെ ഒരു ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സീറ്റ് വരിക. അതായത് നമ്മളുടെ ഏറ്റവും ലോവർ ബോഡീസ് ഏറ്റവും വലിപ്പം കൂടിയ ഭാഗമായ സീറ്റ് പോർഷൻ വരുന്നത് ഇവിടെയാണ്, ഈ ലൈനിലാണ്. ഈ 12.4 ഇഞ്ച് താഴെയാണ് ഇനി നമ്മളിവിടെ നമ്മുടെ സീറ്റ് മാർക്ക് ചെയ്യാം. സീറ്റ് അഥവാ ഹിപ്പ് എത്രയാണ് നമുക്ക് കിട്ടിയുള്ളത്? 11.4 അല്ലെ? അപ്പൊ 11.4 ഇഞ്ചിൽ ടേപ്പ് ഫിക്സ് ചെയ്യാം. ഇതാ 11.4 ടേപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്യാം. കുറച്ച് ലെങ്ത്തിൽ വരച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി വരുന്നത് ഓക്കെ, അപ്പൊ നമ്മളുടെ ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഈ പറഞ്ഞ സീറ്റ്, ഇത് സീറ്റ് ലൈൻ ആണ്, ഇത് വേസ്റ്റ് ലൈൻ ആണ്, ഇത് ക്രോച്ച് ലൈൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ വേസ്റ്റ് ലൈനും വന്ന് ക്രോച്ച് വന്ന് നേരെ വന്ന് നമ്മുടെ സീറ്റ് ലൈനുമേ അല്ലെങ്കിൽ ഹിപ്പ് ലൈനുമേ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം കുറച്ച് എക്സസ് ഉണ്ട്. അതായത് ഏകദേശം ഞാൻ തുണി മടക്കിയപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെന്റിലല്ല മടക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം നമ്മളൊരു 14 ഇഞ്ചെങ്കിലും ഒരു സൈഡിൽ കിട്ടുന്ന പോലെയാണ് തുണി ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇനിയിപ്പോ ക്രോച്ച് നമ്മൾ ഇവിടെ വന്ന് കണക്ട് ആയിട്ടേ ഉള്ളൂ. ഇനി ക്രോച്ച് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ വിട്ട് കൊടുത്ത് ക്രോച്ച് കണക്ട് ചെയ്ത് വരയ്ക്കാനായിട്ടാണ് കുറച്ച് നീളം കൂട്ടിയിട്ടുള്ളത്. അതായത് അതിന്റെ ഫസ്റ്റ് ഫോൾഡിങ് മടക്കിയപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി 14 ഇഞ്ച് വീതിയിലാണ് ഇത് മടക്കിയിട്ടുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ വേസ്റ്റ് ലൈൻ 11 ഇഞ്ച് അളന്ന് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സീറ്റ് പോർഷനിൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സീറ്റ് അഥവാ ഹിപ്പ് കിട്ടിയിട്ടുള്ളത് 11.4 മനസ്സിലായോ? 11.4 നമുക്ക് ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് ഏരിയ കിടക്കുന്നുണ്ട്. ഒരു എൽ ഷേപ്പിൽ നമ്മുടെ ലൈൻ ജോയിൻ ചെയ്ത് കഴിച്ച് ബാലൻസ് ഒരു ഏരിയ കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം, ക്രോച്ച് വരാനായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ആം ഹോൾ കർവ് അല്ലെങ്കിൽ ഹിപ്പ് കർവ് എന്നൊക്കെ പറഞ്ഞ പോലെ ആം ഹോൾ കർവ് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇതുമഴയ്ക്ക് ജോയിൻ ചെയ്ത് വരാനായിട്ട്. മനസ്സിലായോ? അതായത് ഇത്രയും പോർഷൻ ഇവിടെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കംഫർട്ടായി ഇത് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് അതായത് ഇവിടെ നിന്ന് ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ മെഷർമെന്റിൽ നമുക്കിത് ഈ പറയുന്ന മെഷർമെന്റിലുള്ള വ്യക്തിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എക്സസ് വന്നാലും കുറച്ച് നമുക്ക് എക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും ലൂസ് കൂടുതൽ കിട്ടും, കുറച്ചുകൂടെ ഭംഗിയിൽ ഇത് എടുക്കുകയും ചെയ്യും പലാസോ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 11.4 ഇഞ്ച് സീറ്റിന്റെ കാൽക്കുലേഷൻ ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ക്രോച്ചിന്റെ കർവ് ഷേപ്പ് കൊടുത്തിരിക്കുകയാണ്. ക്രോച്ച് ഷേപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ബാലൻസ് ഉള്ള ഭാഗത്ത് നമുക്ക് അതിന്റെ ഷേപ്പ് കൊടുക്കാനുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്ത് താഴേക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് അളക്കാം. താഴെ ഭാഗത്ത് അതായത് നമ്മൾ കാൽപാദത്തിന്റെ ഭാഗത്ത് എത്ര വീതി വേണം, എത്ര സൈസിൽ ഓപ്പണിംഗ് നിൽക്കണം എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെറുതായിട്ട് കൂട്ടുക കുറയ്ക്കൊക്കെ നമുക്ക് ചെയ്യാം. അത് കസ്റ്റമൈസ് ചെയ്ത് വേണം എന്ന് പറയുന്നവർക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നതിന്റെ താഴ്ഭാഗത്ത് ഓപ്പണിംഗ് കൊടുക്കുന്നത് ഒരു 13.5. ഇപ്പൊ ഇവിടെ നമ്മളൊരു 11.4 അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 10 ഒക്കെ മതിയാവും. 10 എടുത്താൽ മതി, 10. അപ്പൊ നമുക്ക് താഴെ ലെഗ് ഓപ്പണിങ്ങിന്റെ അവിടെ ഒരു 10, ഓക്കെ 10.5 അടിച്ചു പോകാനുള്ള തയ്യൽ തുമ്പടക്കം ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഞാൻ 10.5 ഇഞ്ചാണ് താഴെ മാർക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ച് ലൂസ് കൂടുതൽ കിടന്നോട്ടെ എന്നുള്ള കോൺസെപ്റ്റിലാണ് കേട്ടോ. 10.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഈ ക്രോച്ച് മുതൽ നമ്മളുടെ ഈ പറഞ്ഞ 10.5 ഇഞ്ച് വരെയുള്ള ഭാഗം കൂട്ടി കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പം നമുക്ക് ഈ ലൈനിട്ട ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ 10 വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്. താഴത്തെ ലെഗ് ഓപ്പണിങ് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷെ ഇതിപ്പോൾ ഒരു 10 എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അടിച്ചു പോയി കഴിയുമ്പോൾ അതിനനുസരിച്ചൊരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 9 ഇഞ്ചിലേക്ക് ഒക്കെ ചുരുങ്ങും. അതല്ല വേണമെങ്കിൽ നമുക്കത് എത്രയാക്കി ചുരുക്കാം. നമുക്കിവിടെ ഒരു 8-9 ഇഞ്ചൊക്കെ കൊടുത്താലും മതി കേട്ടോ. അത്യാവശ്യം നല്ലോണം ഓപ്പണിംഗ് ആയിട്ട് കിടക്കും. ഒരു 9 ഇഞ്ചിൽ വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. ഓപ്ഷനാണ്. താഴത്തെ ഓപ്പണിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഓപ്ഷനിലാണ് എത്ര വേണം എന്നുള്ളത്. കൂടുതൽ ലൂസായി കിടക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ലൂസാക്കി ഇടാം. അതല്ല കുറച്ചൊരു അത്രയ്ക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ചെടുക്കാനും പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം പലാസോ പാൻറിന്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഈ പലാസോ പാൻറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാനുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ ഇത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ്. ഇപ്പൊ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ളത്. ഇനി നമ്മളത് ഒന്ന് മാറ്റി ചെയ്യേണ്ടതുണ്ട്. അതായത് ഇത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ്, ഒരു കാലിന്റെ ഫ്രണ്ട് സൈഡ് ആണ്. ഇനി ഇത് അടുത്ത കാലിന്റെ ഫ്രണ്ട് സൈഡ് ആണ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട്? അതായത് ഇത് ഒരു കാലിന്റെ ഫ്രണ്ട് സൈഡ് ആണ്. ഇതിപ്പോ ഓപ്പോസിറ്റ് വരുമ്പോ കണ്ടോ, രണ്ട് ബാക്ക് സൈഡിലാണ് ചേർന്ന് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുമ്പോ ഞാനിത് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നു. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇതൊരു കാല്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ വശത്തേക്കുള്ള കാലായിരിക്കും. ഓക്കെ, അപ്പൊ ഒരെണ്ണം നമുക്ക് തിരിച്ചിടണം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഇത് ഒരു കാല്, ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലത്തെ കാലാണെങ്കിൽ ഇതിപ്പോ റൈറ്റ് സൈഡിലത്തെ കാലാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്നും ചെറിയൊരു സ്ലാൻഡിങ് ഈ പട്ടയുടെ ഭാഗത്ത് നമ്മൾ സ്ലാൻഡിങ് കട്ട് കൊടുക്കാനുണ്ട്. അതിനുണ്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ കൊടുക്കണ്ടൂ, ബാക്ക് പോർഷനിൽ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെന്റർ ഒന്ന് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാൻ കേട്ടോ. ചെറിയൊരു കട്ടിങ് ആണ് ഇട്ട് കൊടുക്കുന്നത്, വലുതൊന്നുമല്ല. അതുപോലെ അടുത്ത കാലിന്റെയും സൈഡ് സെന്റർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതുപോലെ രണ്ടിന്റെയും ഫ്രണ്ട് സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ്. ഇതാണ് രണ്ടിന്റെയും ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഈ രണ്ട് ഫ്രണ്ട് സൈഡും ചേർത്ത് വയ്ക്കാൻ പോവാണ്. ഈ കട്ട് ചെയ്ത ഭാഗം രണ്ട് ഫ്രണ്ട് സൈഡ് മാത്രം എടുത്തു. കണ്ടോ, രണ്ട് ഫ്രണ്ട് സൈഡ് മാത്രമാണ് വേണ്ടത്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ബാക്ക് സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇത് രണ്ട് ഫ്രണ്ട് സൈഡ് ഇവിടെ നമ്മളിപ്പോ സെന്റർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഇവിടെ നമ്മുടെ ക്രോച്ചിന്റെ ഭാഗത്ത് അപ്രോക്സിമേറ്റ് ഒരു 1 ഇഞ്ച്, 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ 1 ഇഞ്ചിലേക്ക്, ഈ സെന്റർ പോർഷനിൽ നിന്ന് 1 ഇഞ്ചിലേക്ക് സ്ലാൻഡിങ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക. ഈ സ്ലാൻഡിങ് ആയിട്ടുള്ള നമ്മൾ വരച്ചിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അത് പതിയെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ശ്രദ്ധിക്കുക, ഇത് ഫ്രണ്ട് സൈഡിൽ മാത്രമേ വേണ്ടൂ, ബാക്ക് സൈഡിൽ വേണ്ട. അങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ, അതായത് നമ്മൾ പലാസോ ഇട്ട് കഴിയുമ്പോൾ പലാസോൻ്റെ അടിഭാഗം കറക്റ്റ് ഷേപ്പായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പം. ബാക്ക് സീറ്റ് പോർഷൻ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ടല്ലേ നിൽക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താഴ്ഭാഗം, അതായത് പാൻറ്റിൻ്റെ അടിഭാഗം വരുമ്പോൾ അത് കുറച്ച് കയറ്റിറക്കം പോലെ നിൽക്കും. അത് ഇല്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. അത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ നമ്മൾ ബാക്ക് സൈഡ് കുറച്ച് 1 ഇഞ്ച് കയറ്റി നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വരച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഈ 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് സൈഡിനേക്കാൾ കുറച്ചൊരളവ് ബാക്ക് കൂടുതൽ ഉണ്ടായിരിക്കണം. എന്നാലാണ് അത് നമ്മുടെ അടിഭാഗം കറക്റ്റായി കിടക്കുള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്കിത് മടക്കി വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഇലാസ്റ്റിക് ഇടുന്ന പോർഷൻ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി എടുത്ത് നമുക്ക് അതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇപ്പം ഞാനിത് 2 ഫോൾഡിൽ ഒരു ക്ലോത്ത് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു 22.5 ഇഞ്ച്, അതായത് നമ്മുടെ വേസ്റ്റ് ഭാഗത്തിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടുള്ളത് 44 ഇഞ്ചാണല്ലോ. അപ്പോൾ ഇത് തയ്ക്കാനുള്ളത് കൂട്ടിയിട്ട് ഒരു 45 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടണം. അപ്പോൾ ഒരു 22.5 മതി. 22.5 ഇഞ്ച് നീളത്തിൽ, ഞാനിപ്പോൾ 2 ഫോൾഡ് ആയതുകൊണ്ടാണ് 22.5 പറയുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് വേണ്ടത് 45 ഇഞ്ചാണ്. 2 ഫോൾഡായിട്ട് കിടക്കുമ്പോൾ 22.5 എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നിവർത്തുമ്പോൾ 45 ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് 2 ഫോൾഡ് ഇട്ടിട്ട് ഒരു 22.5 ലെങ്ത്തിലും, ലെങ്ത്ത് 22.5 ശ്രദ്ധിക്കാം. 22.5 അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. ഓക്കെ, 22.5. പിന്നെ വിഡ്ത്ത് നമ്മളൊരു 5 ഇഞ്ചാണ് ഇത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. വിഡ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക് 1 ഇഞ്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 2.5 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മടക്കി അടിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, മറ്റേ പലാസോ പാൻറ്റ് ക്രോപ്പ് ടോപ്പിനൊക്കെ ഉപയോഗിക്കില്ലേ. അപ്പോൾ നമുക്കതിലൊരു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇലാസ്റ്റിക് മടക്കി അടിച്ചതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്യാതറിങ് കണ്ടിട്ടില്ലേ, ചെറിയൊരു ചുളിക്ക് പോലെ, അതിടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു 5 ഇഞ്ചിലാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇലാസ്റ്റിക് ബാൻഡിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് 5 ഇഞ്ച് വീതിയും 45 ഇഞ്ച് നീളത്തിലും കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്കിത് ഇലാസ്റ്റിക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്നുള്ളത് നോക്കണം. ഇപ്പോൾ എടുത്തുള്ളത് 45 ഇഞ്ച് ലെങ്ത്ത് നിവർത്തുമ്പോൾ 45 ഇഞ്ച് ലെങ്ത്താണ് ഉണ്ടാവുക, 5 ഇഞ്ച് വിഡ്ത്താണ് കേട്ടോ. ഇനി ഈ പീസിനെ നമുക്ക് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 പോർഷനും കൂടി എടുത്തിട്ട് നമുക്കിനി സ്റ്റിച്ചിങ് ടേബിളിലേക്ക് പോകാം.